ദർഫ നിങ്ങളെ പറ്റി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ചോദിക്കാതിരിക്കുമല്ലോ. കാര്യം ദർഫനേക്കാൾ മുമ്പ് ഞാൻ നിന്നെ പരിചയപ്പെട്ടതാണ്. അപ്പോൾ പിന്നെ എനിക്ക് നീയാണ് ഇമ്പോർട്ടൻറ്റ്. അത് ഒരു കാര്യം മനസ്സിലാക്കുക. ഞാനിപ്പോൾ വന്നിരിക്കുന്നത് ഒരു ഇനാഗ്രേഷനല്ലേ, എനിക്ക് അതിനെപ്പറ്റി സംസാരിക്കാൻ. എൻ്റെ അനിയൻ തന്നെയാണ് ഷിയാസ്. അപ്പം 2 വയസ്സ് മൂത്താണ്, അനിയനായിട്ട് കാണുന്നു. ഷിയാസ് കരീമിൻ്റെ അങ്ങനെ കുറച്ച് ഓഡിയോ കൂടെ വെളിയിൽ വന്നിട്ടുണ്ട്. മറുനാടനിലാണ് ഇത് പുറത്തു വിട്ടിട്ടുള്ളത്. ആ ഓഡിയോ ക്ലിപ്പൊക്കെ ഞാൻ വെച്ച് തരാം. അതിനു മുമ്പേ അനിമോളുടെ ഒരു കാര്യം ഞാൻ പറയാം. ഇപ്പം കഴിഞ്ഞ ഒരു വീഡിയോസിനകത്ത് ഷിയാസ് കരീമുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊരു വീഡിയോയ്ക്കകത്ത് അനിമോളെ പറ്റിയിട്ട് അനിമോൾ എന്തിനാണ് ഇതിനകത്ത് വലിച്ചഴിക്കുന്നതെന്നൊക്കെ കുറച്ച് ആളുകൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവർക്കുള്ള ഉത്തരം ഞാൻ പറയുകയാണെങ്കിൽ അനിമോളുമായിട്ട് ബന്ധപ്പെട്ട് ബീഫിൻ്റെ വിഷയം നമ്മളെല്ലാം കണ്ടതാണ്. പിന്നെ ഈ റെക്കോർഡിനകത്തും ഈ വോയിസ് ക്ലിപ്പ് ഉണ്ടല്ലോ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്, അതിനകത്ത് ഷിയാസ് അനിമോളിനെ പറ്റിയിട്ട് പറയുന്നുണ്ട്. അനിമോളുടെ കയ്യിൽ നിന്ന് 1.5 ലക്ഷം രൂപ മേടിക്കുന്നത്. അനിമോൾ ഇതിനകത്ത് നമ്മൾ വലിച്ചിടുമല്ലോ. പക്ഷേ ഷിയാസിനെ പോലെ ഉള്ള ഇതുപോലുള്ള ടീംസിൻ്റെ കൂടെ പിറകെ വാലാട്ടി നടന്ന് അവസാനം നെഗറ്റീവ് വാങ്ങിച്ചു കൂട്ടാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ഇതുപോലുള്ള ടീംസിൻ്റെ പിറകെ നടക്കാതെ, കൂടെ നടക്കാതെ, മാറി ഒഴിഞ്ഞ് നടന്നാൽ അത്രയും നന്നായിരിക്കും. കാരണം അനുവൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് ഒരു ഇമേജ് ഉണ്ട്. പുള്ളിക്കാരിയൊക്കെ കൊച്ചുനാളിലെ ചെറുപ്പം മുതലേ കഷ്ടപ്പെട്ട് ഒരു നെഗറ്റീവ് പോലും ഉണ്ടാക്കാതെ ഒരുപാട് ആളുകൾ, ഒരുപാട് അമ്മമാർ, ഒരുപാട് സ്ത്രീകളുടെ, ഒരുപാട് ഓഡിയൻസിൻ്റെ ഇഷ്ടങ്ങളൊക്കെ സപ്പോർട്ടും ഇഷ്ടവും നേടിയെടുത്തിട്ടുള്ളൊരു വ്യക്തിയാണ് അനുമോൾ. അപ്പം ഈ ഒരു വ്യക്തി കാരണം നെഗറ്റീവ് അടിക്കില്ലെന്നേ പറഞ്ഞുള്ളൂ. അതുകൊണ്ടാണ് അതിനെ പറ്റിയിട്ട് സംസാരിച്ചത്. പിന്നെ ഞാനൊരു വീഡിയോ വെച്ച് തരാം. അത് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഷിയാസ് കരീമുമായിട്ട് ബന്ധപ്പെട്ട് ആദ്യം ഒരു വിഷയം വന്ന സമയത്ത് അനിമോളുടെ അടുത്ത്, കാരണം ഇപ്പോഴും അത് തന്നെ, അനിമോളെ എവിടെയെങ്കിലും കാണുമ്പോഴത്തേക്കും ഉടനെ ഓൺലൈൻ മീഡിയാസ് ചെന്ന് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ഷിയാസ് കരീമിൻ്റെ ഈ ഒരു കേസിനകത്ത്, ഈ ഒരു വിഷയത്തിനകത്ത് ഷിയാസ് കരീമിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ഉള്ള ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. അപ്പോൾ അവിടെ ഇല്ലാതായി പോകുന്നത് ആരാണ്? അപ്പോൾ അവിടെ വീണ്ടും നെഗറ്റീവ് വന്നുകൊണ്ടിരിക്കുന്ന ആരാണ്? ഈ പുള്ളിക്കാരിക്ക് തന്നെയാണ്, അനുമോക്ക് തന്നെയാണ്. അതുകൊണ്ടാണ് അനുമോളുടെ കാര്യം സംസാരിച്ചത്, അല്ലാതെ വേറെ ഒന്നും കൊണ്ടല്ല. അപ്പം മാക്സിമം ഇതുപോലുള്ള ആളുകളിൽ നിന്ന്, ഇതുപോലുള്ള ഉടായ്പകൾ കൊണ്ട് കിടക്കുന്ന ആളുകളിൽ നിന്ന് ഒഴിഞ്ഞു മാറി നടക്കുക. ഇവിടെ ഷിയാസ് ആ സ്ത്രീയെ പീഡിപ്പിച്ചെന്നൊന്നും ഇതുവരെ ആരും പറഞ്ഞിട്ടുമില്ല, പരാതി കൊടുത്തിട്ടുമില്ല സ്ത്രീ. അത് അവരെ നല്ല മനസ്സ് കൊണ്ടിട്ട്. പിന്നെ പീഡിപ്പിച്ചെന്ന് പറഞ്ഞാലും അത് നമുക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല. കാരണം അതൊരു പീഡനമായിട്ട് എടുക്കാൻ പറ്റത്തില്ല. അവർ പരസ്പര സമ്മതത്തോടു കൂടി ചെയ്തിട്ടുള്ളൊരു സംഭവം പിന്നെ ഒരു സമയം പീഡനമായിട്ട് അത് അംഗീകരിക്കാനും പറ്റത്തില്ല, അത് അക്സെപ്റ്റ് ചെയ്യത്തുമില്ല, അതിനെ സപ്പോർട്ട് ചെയ്യത്തുമില്ല. അത് വേറെ കാര്യം. പക്ഷേ പൈസ മേടിച്ച് ചൂഷണം ചെയ്യുന്നൊരു പരിപാടി ഉണ്ടല്ലോ. പൈസ മേടിച്ചിട്ട് അതും ലക്ഷങ്ങൾ ഒന്ന് ആലോചിക്കുകയെ, അവസാനം തിരിച്ചു ചോദിക്കുന്ന സമയത്ത് നിങ്ങളെ വീഡിയോ, നിങ്ങളെ ഫോട്ടോ എല്ലാം എടുത്ത് മറ്റേതിൽ കൊണ്ടിടും എന്നൊക്കെ പറഞ്ഞ് പീഡിപ്പിക്കുന്ന ഒരു ആണുങ്ങൾക്ക് പറ്റിയ പരിപാടിയല്ല മോനെ ഷിയാസെ, കേട്ടോ. അവിടെയാണ് വിഷയമായത്. അവിടെയാണ് ഒട്ടും ഇഷ്ടപ്പെടാത്ത. അല്ലെങ്കിൽ നിന്നെ സപ്പോർട്ട് ചെയ്യും. ഈ പറഞ്ഞിട്ടുള്ള പരസ്പര സമ്മതത്തോടു കൂടി എല്ലാം വന്നിട്ട് മറ്റേ പരിപാടി കാണിക്കുകയാണെങ്കിൽ നിന്നെ സപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ നീ ഇവിടെ കാണിച്ചത് ഉള്ള പരിപാടിയാണ്. നിനക്ക് ഇത്രയും രൂപ, നിനക്ക് ജിമ്മുണ്ട്, ജിമ്മിൽ നിന്നുള്ള വരുമാനമുണ്ട്, വേറെ നീ ഫാഷൻ ഷോ നടത്തുന്നുണ്ട്, അതും ചപ്പ് ചവറ് എന്തൊക്കെയോ പരിപാടികളൊക്കെ നിനക്കുണ്ട്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ കിട്ടുന്ന വരുമാനം കൂടാതെ നീ അവരെ കയ്യിൽ നിന്നും പൈസ മേടിച്ചിട്ടാണ് നീ ഓടിക്കൊണ്ടിരുന്നത്. എന്തായാലും അത് ഒരു മറ്റെടുത്ത പരിപാടി തന്നെയാണ്. അപ്പം അതിന് ഊളത്തരം എന്ന് പറയും. ഞാൻ പറഞ്ഞല്ലോ, വിയർപ്പിൻ്റെ അസുഖമുള്ളവർക്ക് അങ്ങനെയൊക്കെ സാധിക്കും. ഇനി ഞാൻ ഇവിടെ ഒരു പോസ്റ്റ് വയ്ക്കും. അപ്പോൾ ആ ഓഡിയോ ക്ലിപ്പിലൊക്കെ വരാം. അതുപോലെ അനുമോളെടുത്ത് ചോദിക്കുന്ന ചോദ്യത്തിൻ്റെ ആ ഒരു വീഡിയോ ക്ലിപ്പ് അതിനകത്തും വരാം. പിന്നെ രേണു സുധി, ഞാൻ ഇവിടെ ഒരു പോസ്റ്റ് വയ്ക്കും. രേണു സുധി ഷിയാസിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വരുന്നുണ്ട്. ഷിയാസ് എനിക്ക് സ്വന്തം അനിയനാണ്, ആരോപണം ഉന്നയിക്കുന്നവർ പെർഫെക്റ്റ് ആണോ? രേണു സുധി ചോദിക്കുവാണ്, ആരോപണം ഉന്നയിക്കുന്നവർ പെർഫെക്റ്റ് ആണോ എന്ന്. തിരിച്ച് അങ്ങോട്ടൊരു ചോദ്യം ചോദിച്ചാലേ, ഈ ഡയലോഗ് അടിക്കുന്ന ആളത്ര പെർഫെക്റ്റ് ആണോ? ഷിയാസ് കരീമിന് പിന്തുണയുമായി രേണു സുധി. ആരാണിത്? രേണു സുധി. എന്തായാലും ഇനി ഷിയാസ് കരീമിൻ്റെ ആ ഒരു ഓഡിയോ ഒന്ന് കേൾക്കാം. പുതിയൊരു ഞെട്ടിക്കുന്നൊരു ഓഡിയോ വന്നിട്ട്, ഞെട്ടിക്കുന്നതല്ല, പുതിയൊരു പൂവൻകോഴി കിടന്ന് പൈസ മേടിക്കുന്ന പരിപാടി ഉണ്ടല്ലോ. പൂവൻകോഴി ചിറകിട്ട് വിരിച്ച് പിടക്കോഴിയെ സൂചിപ്പിക്കുന്നൊരു പരിപാടി ഉണ്ടല്ലോ. എനിക്കങ്ങനെ തോന്നിയത്. അങ്ങനെ ചിറകിട്ട് വിരിച്ച് ഇങ്ങനെ ആ പൂവൻകോഴി എടുത്തുനിന്ന് മാക്സിമം കിട്ടാവുന്നതെല്ലാം ഊറ്റിയെടുക്കുക. ഇതിൽ വേറൊരു വിഷയം, ഇത് വേറൊരു സംഭവം, രസകരമായിട്ട് എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവൻ ഇതിനകത്ത് പറയുന്നൊരു കാര്യം, ഇത് കേട്ടിട്ട് ഇവൻ്റെ വൈഫ് ദർഫ എന്നാണ് അവരുടെ പേര്,
ഇവർക്ക് എങ്ങനെ ഇവനെ പിന്നെ അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കുന്നു? കുറച്ചെങ്കിലും നാണമാനം ഉളുപ്പുണ്ടെങ്കിൽ ഇപ്പോഴും ഇതൊക്കെ ആയിട്ട് ഇവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഓഡിയോ വന്നതിന് ശേഷമുള്ള കാര്യം എനിക്കറിയത്തില്ല. ഈ ഓഡിയോ വരുന്നതിന് മുമ്പേ വേറെ കുറച്ച് ഓഡിയോസൊക്കെ വന്നല്ലോ, ഓഡിയോ ക്ലിപ്പൊക്കെ വന്നല്ലോ. അപ്പോൾ ആ സമയത്തൊക്കെ ബേബിക്ക് സപ്പോർട്ടുമായിട്ടാണ് ഷിയാസിൻ്റെ വൈഫ് വന്നത്. അപ്പോൾ ഈ ഓഡിയോക്കകത്ത് പറയുന്നത് ഇവരുടെ അടുത്ത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളെ കഴിഞ്ഞിട്ടേ എനിക്ക് ദർഫയുള്ളൂ, കാരണം നിങ്ങളെയാണല്ലോ ഞാൻ ആദ്യം കണ്ടത്. അത് കഴിഞ്ഞിട്ട് അപ്പോൾ സ്വന്തം ഭാര്യയെ പോലെ, താലി കിട്ടിയ ഭാര്യയെ പോലും ആ ഒരു രീതിയിലാണ് ഇവൻ കണ്ടേന്ന് മനസ്സിലാക്കുമ്പോഴത്തേക്കും ആലോചിച്ച് നോക്കി, പിന്നെ ഇവൻ എങ്ങനെ സപ്പോർട്ട് ചെയ്യണം? ഇപ്പോൾ പൈസ മേടിക്കാൻ, ഇപ്പോൾ പൈസയ്ക്ക് വേണ്ടി ഇങ്ങനെയൊക്കെ ചൂഷണം ചെയ്ത് ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോഴത്തേക്കും ഇവനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും? ഇവനെ സപ്പോർട്ട് ചെയ്ത് വരുന്നവരൊക്കെ എനിക്ക് തോന്നുന്നു ഇവൻ്റെ അതേ ക്യാരക്ടറുള്ള ആളുകളാണ്. കുറച്ച് ആളുകൾ, ചുരുക്കം ചില ആളുകളൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന കണ്ട്. മറ്റേ രാഹുൽ ഈശ്വർ എന്തായാലും സപ്പോർട്ട് ചെയ്ത് തന്നില്ല. പക്ഷേ മുകേഷ് നായരോ, പുള്ളിയുടെ വീഡിയോ ഉണ്ട്, പുള്ളിയും പുള്ളിയുടെ പിറകെ കൂടെ നടക്കുന്ന ഒരു പെണ്ണുമ്പിള്ള ഉണ്ടല്ലോ, ഷിയാസിനെ അങ്ങോട്ട് സപ്പോർട്ട് ചെയ്ത് അങ്ങോട്ട് മേലേക്ക് കയറ്റി എങ്ങാണ്ടൊക്കെ കൊണ്ട്. ഈ സപ്പോർട്ട് ചെയ്യുന്ന ആൾ നല്ല ബെസ്റ്റ് ടീമാണ്. കാര്യം അറിഞ്ഞിട്ട് സപ്പോർട്ട് ചെയ്യും, കാര്യം അറിഞ്ഞിട്ട് സപ്പോർട്ട് ചെയ്യും. പീഡനത്തിനുള്ള പരാതിയാണെങ്കിൽ ഉറപ്പായിട്ടും ഈ പറഞ്ഞിട്ടുള്ള ഉഭയകക്ഷി സമ്മതപ്രകാരം ചെയ്തിട്ടുള്ളതിനാണെങ്കിൽ സപ്പോർട്ട് ചെയ്യല്ലേ, അതിന് സപ്പോർട്ട് ചെയ്യില്ല. പക്ഷേ ഇവിടെ ചൂഷണം, പൈസ മേടിച്ചിട്ടുണ്ടെങ്കിൽ അതിന് തിരിച്ചു കൊടുക്കണം, നാണവമാനം ഉളുപ്പില്ലാതെ. അല്ലെങ്കിൽ പൈസ തിരിച്ചു ചോദിക്കുന്ന സമയത്ത് അത് ചെയ്യും മറ്റേത് ചെയ്യും എന്ന് പറഞ്ഞിട്ട് ഇത് ഭീഷണിപ്പെടുത്തുമല്ല വേണ്ടുന്നത്. എന്തായാലും നിങ്ങൾ ആ ക്ലിപ്പ് ഒന്ന് കേട്ടു നോക്കേ. അത് കുറച്ച് കടമൊക്കെ വന്നോണ്ടാ. അനിമോൾക്കൊരു 1,40,000 കൊടുക്കാനുണ്ട്. 15-ാം തീയതിക്ക് മുന്നേ പർച്ചേസ് ചെയ്യണം ഗോൾഡ്. കാര്യം 16-ാം തീയതി ഞാൻ പോവില്ലേ, 15-ാം തീയതിക്ക് ഉള്ളിൽ പർച്ചേസ് ചെയ്തിട്ട് പോകണം ഇവിടുന്ന്. ഓക്കെ. എനിക്കൊരു കല്യാണത്തിന് ഒരു ഓടി ഉപയോഗിക്കണം, റെഡ് വണ്ടി. 5 ലക്ഷം രൂപ കൊടുത്താൽ ലീസിന് വണ്ടി കിട്ടും. അതെടുത്താലും ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. 23-ാം തീയതി 24-ാം തീയതിക്ക് ഞാനവിടെ എത്തൂല. ഇൻഷാല്ലാ പൊളിക്കാം നമുക്ക്. മലപ്പുറം വിളിക്കാത്ത അത് ഞാനേ മലപ്പുറം വിളിക്കാത്തതൊന്നുമല്ല കേട്ടോ. എൻ്റെ കൂടെ ഫുൾ ടൈം ഗേൾഫ്രണ്ട്. ഞാൻ ഫുൾ ടൈം വീട്ടിൽ നോമ്പായിട്ട് അങ്ങനെ പുറത്തേക്ക് ഇറങ്ങാറില്ല. പിന്നെ അവിടെ പോയാലും എൻ്റെ കൂടെ അവിടെ ഉണ്ടായിരുന്നു. ഞാൻ ഒറ്റയ്ക്ക് പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല, നോമ്പായിട്ട് വീട്ടിൽ തന്നെയാണ്. അതുകൊണ്ടാണ് വിളിക്കാത്തത്. പിന്നെ വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല. വീട്ടിൽ തന്നെ ഇരിപ്പാണ്, പരിപാടികളൊക്കെ കുറവാണ്, അതുകൊണ്ടാണ് വിളിക്കാത്തത്. ഓക്കെ, പക്ഷേ അത് നോമ്പ് കഴിയുമ്പോൾ സംസാരിക്കാം. ഞാൻ വിളിച്ചായിരുന്നു, എടുത്തില്ല. അതുകൊണ്ട് മെസ്സേജാണ്. ഉമ്മ എൻ്റെ അടുത്ത് ഇപ്പം ഒന്ന് പറഞ്ഞു, അല്ല വേറെ അപ്പോഴും ഞാൻ അങ്ങനെയൊന്നും വിചാരിക്കില്ല. നമ്മൾ കല്യാണം കഴിച്ചിട്ട് മാറിയിട്ടൊന്നുമല്ല. ഞാൻ നിൻ്റെ അടുത്തല്ല, ഇത് നമ്മളൊരു അഡ്ജസ്റ്റ് ചെയ്ത് പോകേണ്ട ജീവിതം, അല്ലെങ്കിൽ പിന്നെ മുന്നോട്ട് പോകില്ല. ഓക്കെ, മനസ്സിലാക്കാൻ പറ്റുമെന്ന് വിചാരിക്കണേ. പിന്നെ ഞാൻ നല്ല തിരക്കാണ്. ഞാൻ ജിമ്മിൻ്റെ പണിയെടുക്കുന്നിടത്ത് ഓടിപ്പാഞ്ഞ് കിടക്കാണ്, ഫുൾ ടൈം അങ്ങോട്ട് കോട്ടത്തിലാണ്. അതുകൊണ്ടാണ്. പിന്നെ എനിക്കറിയില്ല നീ ഉറങ്ങാണോ നാട്ടിലല്ലോ, സൗദിയിലല്ലേ, അതുകൊണ്ടാണ് ഞാൻ വിളിക്കാത്തത്. പിന്നെ എനിക്ക് നീ മെസ്സേജ് അയക്കാറില്ല. പിന്നെ ഞാനെന്തിനാ എപ്പോഴും അയച്ചിട്ട് അയക്കാത്താണ്. നീ ഗർഫായിട്ട് വിഷയം തീർക്കോട്ടെ, അല്ലെങ്കിൽ എനിക്ക് അത് കുഴപ്പമില്ല. തടിച്ച നാട്ടിലും പട്ടണം ശരിയായിക്കോളും. നീ ഗർഫായിട്ട് വിഷയം തീർക്കോട്ടെ, അല്ലെങ്കിൽ എനിക്ക് ഭ്രാന്ത് പിടിക്കും. നിങ്ങൾ രണ്ടാളും എനിക്ക് വേണം. ഞാൻ ജീവിക്കണേ നിങ്ങളൊക്കെ വേണം. നിങ്ങൾ തന്നെ അവളുടെ അടുത്ത് മെസ്സേജ് അയച്ച് അവളെ നീ ഇത് ചെയ്ത് റിക്വസ്റ്റ് ഇട്ട് എന്നിട്ട് മെസ്സേജ് അയച്ച് പറയട്ടെ കാര്യങ്ങൾ, റിക്വസ്റ്റ് സംസാരിക്കുക പ്ലീസ്. ഈ ജിമ്മോടെ എനിക്ക് സമാധാനത്തോടെ ജീവിക്കാൻ വേണ്ടിയാണ്, എല്ലാവരും കൂടെ സന്തോഷത്തോടെ. എല്ലാവരും വേണം എനിക്ക്, ദർഫ് മാത്രമല്ല നിങ്ങളെല്ലാവരും വേണം. ഞാൻ നിൻ്റെ അടുത്ത് പെരുമ്പാവൂർക്ക് വീട് മാറുന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് നിന്നെ ഇടയ്ക്കിടയ്ക്ക് കാണാൻ വേണ്ടിയാണ്. നിനക്ക് എന്തൊരു പ്രശ്നം വന്ന് ഞാൻ ഇവിടെ വന്ന് ഇടപെടാൻ വേണ്ടിയാണ്. എനിക്ക് എപ്പോഴും കോഴിക്കോട് ഓടി എത്താൻ പറ്റില്ല. ഞായക്ക് ഇത് കേട്ടോ 7 അത്യാവശ്യമായിട്ട് വേണം. ഒരു 1-2 ദിവസം ആണുള്ളത് റെഡിയാക്കണം. മതി നോക്ക്, പെരുന്നാൾ കഴിഞ്ഞിട്ട് മതി. ബുദ്ധിമുട്ടാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ, പെരുന്നാൾ കഴിഞ്ഞിട്ട് മതി, അല്ലെങ്കിൽ കുഴപ്പമില്ല. എന്നാ ഓക്കെ, സെറ്റ് ചെയ്തിട്ട് പറ. ഇൻഷാല്ലാ എവിടെ വെച്ചാൽ ഞാൻ കളക്ട് ചെയ്തോളാം, അല്ലെങ്കിൽ എത്തിക്കാൻ നമ്മൾ ഉച്ചയിലേക്ക്. ഇൻഷാല്ലാ കേട്ടെ, ഉറങ്ങിക്കോ, ഗുഡ് നൈറ്റ്. നീ ഗർഫായിട്ട് വിഷയം തീർക്കോട്ടെ, അല്ലെങ്കിൽ എനിക്ക് അത് കുഴപ്പമില്ല. തടിച്ച നാട്ടിലും പട്ടണം ശരിയായിക്കോളും. നീ ഗർഫായിട്ട് വിഷയം തീർക്കോട്ടെ, അല്ലെങ്കിൽ എനിക്ക്
ഭ്രാന്ത് പിടിക്കും. നിങ്ങൾ രണ്ടാളും എനിക്ക് വേണം. ഞാൻ ജീവിക്കണേ നിങ്ങളൊക്കെ വേണം. നിങ്ങൾ തന്നെ അവളുടെ അടുത്ത് മെസ്സേജ് അയച്ച് അവളെ നീ ഇത് ചെയ്ത് റിക്വസ്റ്റ് ഇട്ട് രണ്ട് മെസ്സേജ് അയച്ച് പറയട്ടെ കാര്യങ്ങൾ റിക്വസ്റ്റ് സംസാരിക്കുക. നജു പ്ലീസ്. ഈ ജിമ്മോടെ എനിക്ക് സമാധാനത്തോടെ ജീവിക്കാൻ വേണ്ടിയാണ്. എല്ലാവരും കൂടെ സന്തോഷത്തോടെ എല്ലാവരും വേണം എനിക്ക്. ദർഫ് മാത്രമല്ല, നിങ്ങളെല്ലാവരും വേണം. ഞാൻ നിൻ്റെ ഇത് പെരുമ്പാവൂർക്ക് വീട് മാറുന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് നിന്നെ ഇടയ്ക്കിടയ്ക്ക് കാണാൻ വേണ്ടിയാണ്. നിനക്കെന്തൊരു പ്രശ്നം വന്ന് ഞാൻ ഇവിടെ വന്ന് ഇടപെടാൻ വേണ്ടിയാണ്. എനിക്കെപ്പോഴും കോഴിക്കോട് ഓടി എത്താൻ പറ്റില്ല. എനിക്ക് സത്യം ടെൻഷനുണ്ട്. കാര്യം ദർഫ നിങ്ങളെ പറ്റി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ചോദിക്കാതിരിക്കില്ല. കാര്യം ദർഫനേക്കാൾ മുമ്പ് ഞാൻ നിന്നെ പരിചയപ്പെട്ടതാണ്. അപ്പോൾ പിന്നെ എനിക്ക് നീയാണ് ഇമ്പോർട്ടൻറ്റ്. അത് ഒരു കാര്യം മനസ്സിലാക്കുക. മനസ്സിലായോ? അപ്പോൾ അവളങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അവളോട് ചോദിക്കും. പള്ളിയിൽ പോയി ഫുഡ് കഴിച്ച് ഉദ്ഘാടനം റെഡിയാവണോ? ഞാനൊരു 7 മണി 7:30 ആകുമ്പോൾ വീട്ടിൽ വരും. എന്നിട്ട് ഞാൻ കണ്ണൂർ പോകും. അൽഹംദുലില്ലാ ഞാൻ നോക്കിയാണ് പോയത്. ഞാൻ ബാലൻസ് അയച്ചില്ല, മറന്നാ. ഷഡ് ഇടാറില്ല എന്ന് പറഞ്ഞു. ഫ്രിഡ്ജ് ഞാൻ ഓഫ് ചെയ്തില്ല കേട്ടോ. ഫ്രിഡ്ജ് ഓഫ് ചെയ്യാൻ വിട്ടുപോയേ. അൽഹംദുലില്ലാ ഞാൻ നോക്കിയാണ് പോയത്. ഞാനൊരു 7 മണി 7:30 ആകുമ്പോൾ വീട്ടിൽ വരും. എന്നിട്ട് ഞാൻ കണ്ണൂർ പോകും. പെരുമ്പാവൂർ എവിടെയും നോക്കിയായിരുന്നേ. IBSന്ന് അങ്ങനെ വരും. അല്ലാ അപ്പം എങ്ങനെയാ 25 എനിക്ക് ഒന്നും ആവില്ല കേട്ടോ. ഇതിൽ നിന്ന് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ചാൽ, എനിക്ക് മനസ്സിലായ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇവൻ ഷിയാസ് പൈസയ്ക്ക് വേണ്ടി മാത്രം ഇവരെ ഒന്ന് നൈസായിട്ട് ഇവരുടെ അടുത്തൊരു ഒരു ഇത് കാണിച്ചുകൊണ്ട് പോയതായിട്ടാണ് എനിക്ക് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്. പിന്നെ ദർഫയുടെ കാര്യമൊക്കെ പറയുന്നുണ്ട്. ദർഫയുടെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദർഫയും നിങ്ങളും തമ്മിലുള്ള പ്രശ്നം, നീയും തമ്മിലുള്ള പ്രശ്നം തീർക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ദർഫയും ഇവരും തമ്മിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെയാണ് ഇത് വെളിയിലോട്ട് വരുന്നത്. ഇനി ഒന്നുകിൽ ചിലപ്പോൾ ഷിയാസും ഇവരും തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ് അത്രയും അടുത്തൊരു ഒരു ഇത് ക്ലോസ് ബന്ധമുണ്ടെന്ന് ദർഫയ്ക്ക് മനസ്സിലായത് പിന്നെ ആയിരിക്കാം ഈ ദർഫയും അവരുമായിട്ട് പ്രശ്നങ്ങളൊക്കെ ആയത്. എന്തായാലും ഇത് മൊത്തവും അലന്ന് കൊലന്ന് നടക്കുന്ന ഒരു സംഭവമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും എല്ലാവരും ഒന്നിനൊന്നും മെച്ചമാണ്. എല്ലാവരും നല്ല അടിപൊളി ടീമുകളാണ്. ഭാര്യയും കൊള്ളാം, ഭർത്താവും കൊള്ളാം. ഇനി ഇതിനെ പറ്റിയിട്ട് രേണു സുധി എടുത്ത് ഓൺലൈൻ മീഡിയാസ് ചോദിക്കുന്നുണ്ട്, ഷിയാസുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നത്തിൽ എന്താണ് നിങ്ങളുടെ പ്രതികരണമെന്ന്. അപ്പം രേണു സുധിയുടെ മറുപടി ഒന്ന് കേട്ടു നോക്കേ. സൂചിച്ചേട്ടനുള്ള സമയത്ത് ഇങ്ങനെ ഒരു ലക്ഷങ്ങൾ മേടിച്ചു എന്നൊക്കെ പറഞ്ഞൊരു സംഭവം നടന്നല്ലോ. കടം മേടിച്ചു, അത് മേടിച്ചു, ഇത് മേടിച്ചു. അത് ആ ഒരു സിറ്റുവേഷൻ അനുഭവിക്കുന്നവർക്ക് മനസ്സിലാവും. അതിനകത്ത് എന്താ സത്യം നമ്മൾ എന്തായാലും അതിനകത്ത് ഉൾക്കൊള്ളുന്നവരല്ല. മനസ്സിലായോ? ഞാൻ ആ ഫാമിലിയിൽ പെട്ടതുമല്ല. എനിക്ക് കാണുമ്പോൾ സ്നേഹമുണ്ട്. അല്ലെങ്കിൽ എൻ്റെ അനിയനാണ്, എൻ്റെ സുധീച്ചേട്ടൻ്റെ അനിയൻ്റെ സ്ഥാനമാണ്. ആൾക്ക് ഞാൻ സ്നേഹിക്കുന്ന ഒരാളാണ്, എൻ്റെ ഒരു അനിയനാണ്. ഫാമിലിയായിട്ട് സ്നേഹിക്കുന്നത്. അവരുടെ ഫാമിലി ഫുൾ സപ്പോർട്ടില്ലേ. പിന്നെ അതിനകത്ത് സത്യം എന്താ പറയുക, ആ ഒരു നെഗറ്റീവിനകത്ത് സത്യം കാണത്തില്ല. അവരുടെ ഭാഗത്തായിരിക്കും സത്യം. നമുക്കറിയില്ലല്ലോ ഇതെന്താ സംഭവിച്ചത്. ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞത്, ഷിയാസ് എൻ്റെ 2-3 വയസ്സിന് മൂത്തതാണ്. പക്ഷെ എൻ്റെ അനിയൻ തന്നെയാണ് ഷിയാസ്. അപ്പം 2 വയസ്സിന് മൂത്താണ് അനിയനാണ്, അനിയനായിട്ട് കാണുന്നു. അപ്പം ഞാൻ പറഞ്ഞില്ലേ, അലിഗേഷൻസും ഈ വിവാദങ്ങളും എന്തെങ്കിലും ഈ പറയുന്ന എല്ലാവരും മാന്യന്മാരും പിന്നെ എല്ലാവരും ഈ കുറ്റം പറയുന്നവരെല്ലാവരും പെർഫെക്റ്റ് ആണല്ലോ. അതുകൊണ്ട് പിന്നെ എന്നെ പറ്റി കണ്ടില്ലേ പറയുന്നത് എന്തൊക്കെയാണ് പറയുന്നത്. ഷിയാസ് കരീമിനെതിരെ വരുന്ന ഈ ഗുരുതര ആരോപണങ്ങളുണ്ടല്ലോ, ഷിയാസ് കരീം നിഷേധിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ വീണ്ടും ഈ തെളിവുകളൊക്കെ പുറത്തുവിട്ടിരിക്കുന്നു. ഷിയാസ് എന്ന് പറയുന്നത് എന്റെ സുചേട്ടൻ എന്നോട് പറഞ്ഞ എന്റെ അനിയൻകുട്ടൻ എന്നാണ് സുചേട്ടൻ പറയാറുള്ളത്. 3-4 പ്രാവശ്യം കണ്ടു. ലാസ്റ്റ് കണ്ടത് മെഡിസിറ്റി ഹോസ്പിറ്റലിൽ വെച്ച് ഡെലിവറി ടൈമിൽ വൈഫിന്റെ കണ്ടായിരുന്നു. ഞാനൊരു ട്രീറ്റ്മെന്റിന് പോയപ്പോൾ കണ്ടാണ്. അപ്പം എനിക്ക് ഓക്കെ, അവിടെയും സുധിച്ചേട്ടനെ കൊണ്ടിട്ട് എന്ത് ചോദിച്ചാലും ശുചിച്ചേട്ടൻ മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറൊന്നുമില്ല. എന്നാൽ അങ്ങാരെ വിറ്റ് ജീവിക്കുക എന്നുള്ളൊരു ബോധമെങ്കിലും വേണ്ടേ? ഇനിയെങ്കിലും ഈ ചുതിച്ചേട്ടൻ എന്നുള്ളൊരു ഇത് നിർത്തിക്കൂടെ? അങ്ങാരെ വിറ്റ് മാക്സിമം ഊറ്റാവുന്നതിൻ്റെ അങ്ങേയറ്റം ഇവിടെ ഷിയാസ് അവരോട് ചെയ്തതിൻ്റെ വേറൊരു രീതിയിലാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവർ സുധിയെ വിറ്റ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ കൊല്ലം സുധിക്ക് ഒരു ആരോപണം വന്നതെന്ന് പറഞ്ഞല്ലോ, അതുപോലൊരു ആരോപണമാണ് ഇതെന്നും പറയുന്നത്. നാണമില്ലേ? ആ ഒരു ഇൻ്റർവ്യൂ ഒക്കെ ജനങ്ങൾ കണ്ടതാണ്. ഈ അളിയും കൊല്ലസുധി ഈ പറഞ്ഞിട്ടുള്ള ഒരു നന്മ മരത്തിനുള്ള ഒരു സർട്ടിഫിക്കറ്റ് അങ്ങാർക്കങ്ങ് എഴുതി കൊടുക്കാം. അങ്ങാര് ജീവിച്ചിരുന്ന സമയത്തെല്ലാം അങ്ങാരെ അവിടെ നിന്ന് ഇവിടെ നിന്നെല്ലാം കടം മേടിച്ച് അത് തിരിച്ചു പോലും കൊടുത്തിട്ടില്ലെന്ന് തോന്നുന്നു. ഓൺലൈൻ മീഡിയാസിന് വന്ന്
കൊടുത്തൊരു ഇൻ്റർവ്യൂ നമ്മൾ കണ്ടതാണ് അല്ലേ? എത്ര ലക്ഷം രൂപ അവിടുന്ന് ഇവിടുന്ന് മേടിച്ചിട്ട് അവസാനം തിരിച്ചു കൊടുക്കാൻ നിവൃത്തിയില്ലാതെ വന്നിട്ട് കുറച്ച് സമയം തരണം എന്ന് വന്ന് എല്ലാം ഈ രേണുസുതിയും കൊല്ലം സുധിയും ഇരുന്ന് കരഞ്ഞു മെഴുകി സംസാരിച്ച് ഇൻ്റർവ്യൂ ഇപ്പോഴും കിടപ്പുണ്ട് യൂട്യൂബിനകത്ത്. അത് ആരോപണമാണെന്ന്. ആ പൈസ കൊടുത്തിട്ടുള്ളവർ പറയട്ടെ, എത്ര പേര് രംഗത്ത് വന്നിട്ടുണ്ട് ആരോപണമാണെന്ന്. അപ്പം ഇതും ആരോപണമാണ്, ഇതും എൻ്റെ അനിയനായതുകൊണ്ട് ആരോപണമാണെന്നാണ് പറയുന്നത്. കൊള്ളാം, നല്ല ബെസ്റ്റ് മറുപടി. ഒരാളെ പൈസ കൊടുത്തതിന് ശേഷം അല്ലെങ്കിൽ ആ പൈസ തിരിച്ചു ചോദിക്കുന്ന സമയത്ത് അത് ലക്ഷങ്ങൾ അതും എന്തിനൊക്കെയാണ്? അവൻ്റെ കല്യാണം നടത്താനും മഹർ മേടിക്കാനും പെണ്ണുമ്പിള്ളയ്ക്ക് പാവാട മേടിക്കാനും അത് മേടിക്കാനും ഇത് മേടിക്കാനും ഇവരെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചിട്ട് ലാസ്റ്റ് തിരിച്ചു ചോദിക്കുന്ന സമയത്ത് നിൻ്റെ വീഡിയോ അല്ലെങ്കിൽ നിൻ്റെ ഫോട്ടോ എടുത്ത് മറ്റേത് ഇടും എന്നൊക്കെ പറഞ്ഞിട്ട് പേടിപ്പിക്കുന്നൊരു ഇതുണ്ടല്ലോ. അതുകൊണ്ടാണ് ഇവർ കൊണ്ടുപോയി പരാതി കൊടുത്തത്. അതുപോലും മനസ്സിലാക്കാനുള്ള വല്ലപ്പോഴും വാർത്തയൊക്കെ ഒന്ന് കാണും, ന്യൂസുകളൊക്കെ ഒന്ന് കാണും, ലോകത്ത് എന്താ നടക്കുന്നതെന്ന്. കുറേ പുട്ടിയും കിട്ടിയും വാരി തെച്ചുകൊണ്ടങ്ങ് രാവിലെ അങ്ങോട്ട് ഇറങ്ങും, നടിയാണെന്ന് പറഞ്ഞിട്ട്. എവിടുത്തെ നടി? എന്തായാലും കൊള്ളാം. ഇനി ഞാൻ അടുത്തത് രേണുസുധിയുടെ കാര്യം പറയുകയാണെങ്കിൽ, രേണുസുധിയുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഇവരെ അങ്ങ് ഡെയിലി ചില ആളുകൾ കണ്ടിട്ടുണ്ട്, ഡെയിലി ഇവരെ അങ്ങോട്ട് എടുത്തു കൊടുത്തില്ല ആശയിലിടുന്ന രീതിയിൽ അങ്ങോട്ട് വീഡിയോ ചെയ്യുന്നുണ്ട്. ഞാൻ ഇങ്ങനെ എന്തെങ്കിലും വരുന്ന സമയത്ത് മാത്രമേ ഇവർക്കെതിരെ വീഡിയോ ചെയ്യാറുള്ളൂ, അല്ലെങ്കിൽ എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. കാരണം അവരെ കാര്യം നോക്കി പോകുന്നു, നമ്മളെ കാര്യം നോക്കി പോകുന്നു. പിന്നെ ഇതുപോലെ എന്തെങ്കിലും വരുന്ന സമയത്ത് മാത്രമേ റിയാക്ട് ചെയ്യുന്നുള്ളൂ കേട്ടോ. അല്ലാതെ രേണുസുധി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഡെയിലി ചെയ്യുന്നില്ല. എൻ്റെ വീഡിയോസ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ഇനി ഞാനിവിടെ അനുമോളെ ആ ഒരു വീഡിയോയും കൂടെ ഞാൻ വെച്ച് തരാം. അനുമോള് ഞാൻ ആദ്യം പറഞ്ഞല്ലോ, അനുമോളെ ഈ ഒരു വിഷയം ഇതിനകത്ത് അനുമോളെ പേരും കൂടെ വരും. കാരണം അങ്ങനെയാണ് ഷിയാസും തമ്മിലുള്ള വിഷയം കണക്റ്റായി പോയിരിക്കുന്നത് അനുമോളിലൂടെയൊക്കെയാണ് കണക്റ്റായി പോയിരിക്കുന്നത്. ആ ബീഫിൻ്റെ പ്രശ്നം തുടങ്ങിയത് തൊട്ട് ഇപ്പം പബ്ലിക് മീഡിയാസിൻ്റെ മുമ്പിൽ അനു വരുമ്പോഴത്തേക്ക് ആദ്യം ചോദിക്കുന്ന ചോദ്യം, ബീഫ് കഴിക്കുമോ, ബി ജെ പിയിൽ ഏത് പാർട്ടിയിലാണ്, താമര വിരിയുമോ, താമര ഉണങ്ങുമോ, അല്ലെങ്കിൽ ഷിയാസുമായിട്ടുള്ള പ്രശ്നത്തിൽ എന്താണ്, ഷിയാസിൻ്റെ കൂടെയാണോ, ഷിയാസിൻ്റെ വൈഫിൻ്റെ കൂടെയാണ് എന്നൊക്കെയുള്ള ചോദ്യമായിട്ടൊക്കെ ഓൺലൈൻ മീഡിയാസ് വരുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരു നെഗറ്റീവ് ഇവർക്ക് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ മാക്സിമം ഇതുപോലുള്ള ടീംസിനെയൊക്കെ മാക്സിമം അവോയ്ഡ് ചെയ്ത് നിർത്തിയിട്ട് നല്ല കൂട്ടുകെട്ടുകളുമായിട്ട് മുമ്പോട്ട് പോവുക. അപ്പോൾ അതായിരിക്കും ബെറ്റർ. അല്ലെങ്കിൽ നമ്മളും കൂടെ ഇപ്പോൾ ചീഞ്ഞ മുട്ടയുടെ അടുത്ത് മറ്റൊരു മുട്ട വെച്ചാൽ എന്താ, ആ മുട്ടയും ചെയ്യും. അങ്ങനെ തന്നെയാണ്. അല്ല, അനുവിൻ്റെ അടുത്ത് ചോദിക്കുന്ന ചോദ്യത്തിന് അനു ഒന്ന് ടെൻസ് ആവുന്നുണ്ട്. അതിനുശേഷം പുള്ളിക്കാരിക്ക് എന്തോ പറയണമെന്ന് പോലും അറിയാൻ പറ്റാത്തൊരു സിറ്റുവേഷനിൽ മറുപടി പറയുന്നത് നിങ്ങളൊന്ന് കണ്ടു നോക്ക്. കുറ്റം പറയുമല്ലോ കേട്ടോ. പുള്ളിക്കാരി ഇതൊക്കെ കാണുമെന്നുണ്ടെങ്കിൽ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറയുവാണ്. ഇങ്ങനെയുള്ള ഷിയാസിനെ പോലുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം ഒഴിവാക്കി വിടുക. ഞാനിപ്പോ വന്നിരിക്കുന്നത് ഒരു ഇനാഗ്രേഷനല്ലേ, എനിക്ക് അതിനെപ്പറ്റി സംസാരിക്കാൻ താല്പര്യമില്ല. ഒരു ഇനാഗ്രേഷൻ വരുമ്പോൾ നമ്മൾ അവിടുത്തെ കാര്യങ്ങളല്ലേ സംസാരിക്കാം ആണ്. കാരണം ആ ചോദ്യം കേട്ടപ്പോൾ തന്നെ പുള്ളിക്കാരിക്ക് ഒരു ഫീലിങ്സ് ആയി. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്ത് വീഡിയോ ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്ത് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരെങ്കിൽ ഉറപ്പായിട്ട് ചാനലിനോട് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ